ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ച് ഞാൻ ബ്രഷപ്പൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ഷുട്ടു എണീച്ചു, അവളും ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഇതാ കല്യാണവും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് മുക്കാലിലേക്ക് പോകാൻ നോക്കുവാന്ന്. ഇപ്പോഴല്ല, ഇന്ന് പോവും. അപ്പോൾ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളും പരിപാടിയും എല്ലാം ഉണ്ട്, ബാക്കിയാണ്. ഇന്നലെ ഭയങ്കര ടയർഡായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷുട്ടോ അന്ന കയ്യില് ഞാൻ അപ്പം നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി. അമ്മ പകുതി ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എണീക്കാൻ ലേറ്റായിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് കുറേ പരിപാടിയുണ്ട്. എനിക്ക് ഷുട്ടിൻ്റെ പാമ്പസ് എല്ലാം ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി വെക്കാനുണ്ട്. കുറച്ച് ദിവസത്തെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാക്കും ചെയ്യാനുണ്ട്. ഇന്ന് നമുക്ക് നെത്തലും പിന്നെ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇനിയിപ്പോൾ ഷുട്ടൂനെല്ലാം ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കണം, ചായ കുടിക്കണം. അപ്പോൾ എന്നാലും നമുക്ക് ചായ കുടിക്കണം. പോയിട്ട് കഴിക്കിത് അച്ചാച്ചൻ്റെ അടുക്ക കൊടുത്തിട്ടമ്മ. നല്ല കുറ്റിയല്ലേ, നല്ല കുറ്റിയല്ലേ. ബാ, അത് ഏച്ചിമാർ നോക്കണ്ടല്ലോ. വേഗം കളിക്കാൻ പോണെങ്കിൽ വേഗം ചായ കുടിച്ചോ. ഉഷ്. ഷുട്ടൂന് അച്ഛൻ ചപ്പാത്തി കൊടുക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചു. അപ്പം ഇന്ന് നമുക്ക് വെജിറ്റബിൾ കറിയായിട്ട് അമ്മ വെണ്ടക്ക കറിയാണ് വെക്കുന്നത്, നല്ല നാടൻ വെണ്ടക്ക. അപ്പം അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പോകുമായിരുന്നു. I love you, I love you, I love you, Shuttu. I love you, Shuttu. Aya. Ay. Aya. I love you, Mama. ഒന്നും കൂടി എന്നാലേ കിട്ടൂ. I love you, I love you, I love you, Shuttu. I love you, Mama. എനിക്ക് അണ്ണാന്തുമ്പി മേടിക്കോ, അന്നേരം കിട്ടും. ഇന്ന് നമുക്ക് പച്ചക്കറി ആയിട്ട് വെണ്ടയ്ക്കാണ് വെക്കുന്നുള്ളത്. അപ്പം അമ്മ ഇതെല്ലാം പെരക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേവട്ടെ. ഇനി പഠിക്കോ. കണ്ണാന്തുമ്പി തക്കാളി പപ്പാളി പഠിക്കോ. കുടിക്കുക അത് ഓഫ് ചെയ്യുന്നാലും കഴിഞ്ഞില്ലേ, പാടി കഴിഞ്ഞില്ലേ. കുറച്ച് പാത്രങ്ങളുള്ളതെല്ലാം ഞാൻ അപ്പം തന്നെ പിന്നെ കഴുകി വെച്ച് പിന്നെ നേരെ ഷുട്ടൂൻ്റെ പാമ്പസൊക്കെ റെഡിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇന്ന് പോകുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ ഞാൻ അവിടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ട്രിപ്പായിട്ട് ആക്കുമ്പം എന്താ പറയുക, പണിയാണ് ശരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഇവിടെ വരുമ്പം പാമ്പസിൻ്റെ ഇത് ഉപയോഗം ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ കുളിച്ച് കഴിഞ്ഞാലും രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പരിപാടിയൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ എൻ്റെ രാവിലെ തന്നെയുള്ള അല്ലറ ചില്ലറ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ പാമ്പേഴ്സ് എല്ലാം പൊട്ടിച്ച് സെപ്പറേറ്റ് ആക്കി ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പാക്കിംഗ് പരിപാടിയുണ്ട്. ഷുട്ടൂൻ്റെ ഡ്രസ്സെല്ലാം ആടിയിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് സെറ്റ് ചെയ്യണം. അവളുടെ ഡ്രസ്സെല്ലാം ആദ്യം എടുത്ത് വെച്ചിട്ട് എൻ്റെ ഒന്ന് അടുക്കി പെറുക്കാമെന്ന് ചോദിച്ചു. എൻ്റെത് പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാനൊന്നുമില്ല. ഞാൻ നല്ല ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വീട്ടിലിടുന്നതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷുട്ടൂന് പക്ഷേ അങ്ങനെയല്ല, എല്ലാം ഇങ്ങോട്ടും എടുക്കണം അങ്ങോട്ടും എടുക്കണം, അതാണ് അവസ്ഥ. കാരണം അവളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇടിയിലൊന്നും പാകാവില്ല, ചിലപ്പോൾ അവിടെയുള്ളൊന്നും പാകാവില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കട്ടെ. ഷുട്ടൂപ്പി ആടുന്ന അച്ഛനും മോളും കൂടെ TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഡോർ അടച്ചിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ല എന്താ പ്രശ്നം വെച്ചാൽ ആൾ വന്ന് എല്ലാം വലിച്ചിടും, ഭയങ്കര അലമ്പാക്കും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പാക്കിങ്ങിലേക്ക് കിടക്കട്ടെ. പാക്കിംഗ് എല്ലാം ഏകദേശം എൻ്റെ ഒന്ന് സൈഡായിട്ടുണ്ട്. എൻ്റെ എടുത്ത് വെച്ചു, ഷുട്ടൂൻ്റെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ എല്ലാം വാരി വലിച്ചിട്ടിട്ടുള്ളത്. എൻ്റെ കല്യാണത്തിന് പോക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്ടിലിറ്റി ബാഗ്, മേക്കപ്പ് പൗച്ച്, എന്ത് വേണമെങ്കിലും പറയാം. എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്നത്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പൗച്ചാണ്. കുറേ നാളായി. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് കച്ചറ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വേണ്ടുന്നതും വേണ്ടാത്ത എല്ലാ സാധനങ്ങളും എടുത്തിട്ടിട്ടുണ്ട്. സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇതിലിടാറുള്ളൂ. അല്ലെങ്കിൽ മെയിൻലി ഇതിൻ്റെ അകത്തുള്ള സംഭവമാണ് ലിപ്സ്റ്റിക്സ്. ലോട്ട്സ് ഓഫ് ലിപ്സ്റ്റിക്സ്. വീണ്ടും ലിപ്സ്റ്റിക്ക്. ഇതാണ് എപ്പോഴും കുറേ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കുറേ വാരി ഇടുന്നത് ഇതായിരിക്കും. കാരണം നമുക്ക് ഓരോ ഔട്ട്ഫിറ്റിനനുസരിച്ച് മാറ്റി മാറ്റി ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിൽ ഇനി ഒന്ന് നേരാമണ്ണം എടുക്കണം. ഓഫ്, എൻ്റെ നിപ്പിൾ പാഡ്സിൻ്റെ ഒക്കെ കോലം. ഇതിൻ്റെ ഉള്ളിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സിന്ദൂറുണ്ടല്ലോ, നമ്മുടെ വിൽക്കുന്ന സിന്ദൂരം, ആ സ്റ്റിക്കിൻ്റെ ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഒന്നുണ്ട്. ഇത് പുതിയതാ. ഈ സാധനത്തിൻ്റെ മൂടി പൊട്ടിയിട്ട് മൊത്തം, മൂടി മീൻസ് അടപ്പ്, ഇതാ കണ്ടില്ലേ, മൊത്തം അവിടെ ഇവിടെ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചറിയായി. പിന്നെ ഞാൻ സ്റ്റുഡിയോൻ്റെ ഭാഗത്തേക്ക് പോയിനില്ല. പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് വേറൊരു പൗച്ചും കൂടി ഉണ്ട്. ഞാനിനിയിപ്പോൾ ഇത് നല്ല കച്ചറയായ സ്ഥിതിക്ക് അതിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതും കൂടി ഒന്നെല്ലാം എടുത്ത് വൃത്തിയിലൊന്ന് സെറ്റാക്കി വെക്കട്ടെ. ഓ, ഇതാണ് പഴയ എൻ്റെ, ഇത് ഞാൻ പുതിയതായിട്ട് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സൺക്രീം. അത് പഴയതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ലോട്ട്സ് ഓഫ് സേഫ്റ്റി പിൻസ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. അത് കൂടെ കഴിഞ്ഞാൽ പിന്നെ പാക്കിങ് കഴിഞ്ഞു. പിന്നെ ഷുട്ടൂൻ്റെ ഫുഡ് പ്രോഡക്ട്സും ചപ്പൽസും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം ആൾ വന്നെല്ലാം വലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം എല്ലാം എടുത്ത് വെച്ചു. അവൾ വരുമ്പോഴേക്ക് എന്താണ് ഞാൻ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് വലിക്കണ്ട ഷുട്ടോ. അടച്ചോ.
ഓക്കെയാ, സെറ്റ് ഗോ. പോവാം നമുക്ക്. പോണ്ടേ? പാക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയിട്ടൊന്ന് തലയൊക്കെ ഹെയർ മാസ്ക് ഇട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം അലോവേര തേച്ചിട്ട് അലോവേര ഇട്ടിട്ട് ഹെയർ മാസ്ക് ആക്കുമ്പോൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ നമുക്ക് അവിടെ മുക്കാൽ വീട്ടിലും കാവിലും അലോവേര കിട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇടുന്നൊരു ഹെയർ മാസ്ക് ഇട്ടൊന്ന് തലയൊക്കെ കുളിച്ച് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഹെയർ മാസ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തേച്ചു. ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓയിലിങ് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ തലയിൽ എന്താ പറയുക ഷാമ്പൂ ഇടാണ്ട് പറ്റില്ല. എന്താ പറയുക ഒരു ഓയിലി സ്കാൽപ്പാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ മാസ്ക് മാത്രം ഇട്ടു. എന്നാ ചെയ്യുന്നേ അമ്മേ? ഇനിയിപ്പോൾ ഞാൻ ഷുട്ടൂനൊരു മുട്ട കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ ജ്യൂസൊന്നും ആക്കുന്നില്ല. നമ്മൾ കൂമ്പ് വരും. ഷുട്ടാ കൊടുത്തു, അത് പുറത്ത് പോയിട്ട് അടച്ച. എൻ്റെ ദൈവമേ, ഇന്നെന്ന് ചെയ്യണ്ട ഷുട്ടു. മമ്മി ഫിംഗർ how do you do? അമ്മ തലയിൽ മാസ്കൊക്കെ തേച്ചു. ഇനി വേഗം കുളിക്കണം. ചവക്കറ പെട്ടെന്ന് ആൾക്ക് മുട്ടയെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് പിന്നെ വേഗം പോയിട്ട് കുളിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കുളി കഴിഞ്ഞാൽ പിന്നെ പകുതി പരിപാടിയും കഴിഞ്ഞു. അല്ലെങ്കിൽ ഇവളെയും കുളിപ്പിച്ച് ഞാനും കുളിക്കുമ്പോഴേക്കെല്ലാം ലേറ്റാവും. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഒരാളെ കുളി വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടൂനെ എന്നെ ഉറങ്ങി എണീച്ചിട്ടാകുമ്പോൾ കുളിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയിട്ട് ഷുട്ടൂൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജ്യൂസ് കൊടുക്കുന്ന ബോട്ടിലാട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളെ കൂമ്പ് വറവ് അടുപ്പത്തായി. നമ്മളെ മത്തി ഫ്രൈ റെഡി. ഓക്കെ. ഓ മൈ ഗോഡ്, കാജലൊക്കെ ഇട്ട് കണ്ണിൻ്റെ അടിയിലെല്ലാം ഫുള്ള് ഡാർക്ക് സർക്കിൾസ് വന്നു. ഇനിയിപ്പം ഞാൻ ഒന്ന് കുളിക്കാൻ വേണ്ടി മേലേക്ക് വന്നു. പെട്ടെന്നൊന്ന് തലയിൽ മാസ്കൊക്കെ ഇട്ട് വെച്ചല്ലേ, അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് താഴെ പോകാമെന്ന് ചോദിച്ചു. കുളി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ റെഡി ആയിട്ട് പോകേണ്ട പണിയേ ഉള്ളൂ. വൈകുന്നേരം പോവുള്ളൂ, എന്നാലും കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം. ഷുട്ടുപ്പിത്തായിന്ന് ഭയങ്കര അലമ്പിലുള്ളത്. അച്ചാച്ചൻ അടക്കം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആളും കൂടിയിട്ടുണ്ട്. ഫുള്ള് ചൊറയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുളിക്കട്ടെ. ഓ ബൈ ദ വേ, നമ്മൾ ബാക്കിലത്തെ വാൾ പേപ്പർ. അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റായി. ഇനിയിപ്പം ഞാൻ ഷുട്ടുപ്പിക്ക് ചോറ് കൊടുക്കണം. നമ്മളെല്ലാവരും ഒന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ? എന്നിട്ട് ഷുട്ടുപ്പി ഉറങ്ങും. അപ്പം എന്തായാലും നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ എന്താ ഷുട്ടുവിനെ പിടിച്ച് കിടത്തി ഉറക്കി എണീച്ചിട്ട് പോകണം. അങ്ങനെ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ ഷുട്ടുവിനെ കുളിപ്പിക്കണം. അപ്പോൾ ഭയങ്കര ലൈറ്റ്. പിന്നെ ചായ കുടിക്കണം. അപ്പം ചായ വെക്കട്ടെ. അപ്പം അമ്മ ഇതാ നല്ല കൽത്തപ്പൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി. ഞാൻ ഷുട്ടൂന് കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടായ ശേഷം ചായ വെക്കണം. 2 ദിവസം നിരത്തി കാജലിട്ടിട്ട് എൻ്റെ താഴെ ഫുള്ള് ഡാർക്ക് സർക്കിൾസ് വന്നു. താഴെ കണ്ണെഴുതിയാൽ എനിക്കുള്ള പ്രശ്നം ഇത്. താഴെ അപ്പം തന്നെ കറുപ്പ് വരും ഭയങ്കരമായിട്ട്. മേലെ മാത്രം എഴുതുന്ന എനിക്ക് പ്രശ്നമില്ല. ഞാൻ റെഡിയാകാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ മാമൻ്റെ മക്കളാണ് ഏച്ചിമാർ. അപ്പോൾ ഏച്ചിൻ്റെ കുട്ടിയായിരുന്നു. അപ്പോൾ ഷുട്ടു ഭയങ്കര കളിയും തിരക്കും ബഹളത്തിലായിരുന്നു. അതിൻ്റെ അടുക്ക് ഞാൻ പിന്നെ പോയിട്ട് റെഡിയാവാമെന്ന് വിചാരിച്ചു. 1 മിനിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്നതായതുകൊണ്ട് ഇവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഷുട്ടു അവിടെ ഏച്ചിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. എൻ്റെ കസിൻസ് വന്നിട്ടുണ്ട്, ഷുട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്, അഫ്കോഴ്സ് എന്നെയല്ല. അപ്പോൾ ഞാൻ എന്തായാലും അവർ കളിക്കുമ്പോഴേക്കും ഞാൻ മാറ്റട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ 5:30 കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് റെഡി ആവും. കട്ടുറുമ്പ് അങ്ങനെ ഇതാ കെട്ടും മുട്ടും ബാണ്ടൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പാക്കിങ്ങും പിന്നെ അതെല്ലാം കൂടെ എടുത്ത് വണ്ടിയിലിടലൊക്കെ വലിയൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യമൊക്കെ ചെറിയൊരു ബാഗ് മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. പക്ഷേ ഇപ്പം കുറേ എടുത്താലും തീരാത്ത സാധനങ്ങൾ മാതിരിയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്യുന്നത്. ഞാൻ എവിടെയോ നാട് വിട്ട് പോകാൻ പോകുന്ന പോലെയാണ് നമ്മളെ ഡിക്കി ഉണ്ടാവുക. അങ്ങനെ ഇതാവും ആള് ഭയങ്കര പാട്ടും ബഹളവും, പിന്നെ നമ്മൾ സംസാരിക്കുന്നിട്ട് അവൾക്കും അതുപോലെ തന്നെ സംസാരിക്കണം. അങ്ങനെ ഓരോ കുരുത്തക്കേട്ടിൽ ഇങ്ങനെ കളിക്കായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എൻ്റെ തല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ സ്ക്രാച്ച് പറ്റിയ കാരണം അതിൻ്റെ ഇതുകൊണ്ടാണ് എന്താ അറിയില്ല, തലവേദനയായിരുന്നു. അപ്പോൾ നല്ല തലവേദന വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയ്ക്കും ഓൾറെഡി ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അവർ കല്യാണത്തിന് പോയിട്ടുണ്ടാവും. പിന്നെ രാത്രി ആദ്യം ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ആദ്യം തന്നെ ഒരു ചായ പറഞ്ഞു. കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് നമ്മൾ ചായ കുടിച്ചു. പിന്നെ അൽഫാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ് യൂഷ്വൽ. വേറെ ഒന്നും അങ്ങനെ വേണമെന്ന് തോന്നിയില്ല. പിന്നെ ഷുട്ടൂന് ഞാൻ ബിരിയാണി റൈസ് ഓൾവേസ് നമ്മൾ വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ചു. ചിക്കനൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, റൈസ് മാത്രം കുറച്ച് കഴിച്ചു. ഒമാസിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് പിണറായിയുള്ള ഒമാസ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ നേരെ വണ്ടി കയറി ആൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ബഹളമായിരുന്നു. അവിടെ ഓരോ പെട്ടീൻ്റെ മേലെ ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ട് അവൾ ഭയങ്കര ബഹളമായിരുന്നു, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട്. എന്താ പറയുക, ആ ഹോട്ടൽ മൊത്തം കൂക്കി പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് നമ്മളിതാ നേരെ ഇനി വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ഇത് നേരെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ടുള്ളൂ, ഫ്രഷപ്പ് ആയതൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം എടുത്ത് വെച്ചൊന്ന് ഫ്രഷ് ആവണം. ഇനി പാക്കിങ് പോലെ തന്നെ പണിയാണ് അൺപാക്കിംഗ് എന്നുള്ള സംഭവം. എനിക്ക് ഭയങ്കര മടിയുള്ള സംഭവമാണ് ഇത് രണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനേക്കാളും പണിയാണ് നമുക്ക് എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു 2 ദിവസമാവും ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ, ഒരു ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പിന്നെയും നമ്മുടെ വീഡിയോസൊക്കെ കാണുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ, സബ്സ്ക്രൈബ് ഓൾസോ. അപ്പോൾ നാളത്തെ ഡെയിലി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.